പ്രധാനമന്ത്രിയുടെ വസതിയിലെ CJP പ്രതിഷേധത്തിൽ കോൺഗ്രസ് എംപിമാർ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള എംപിമാർ ഇപ്പോൾ പ്രതിഷേധത്തിലുണ്ട്. എന്നാലും CJPയുടെ പ്രതിഷേധം കനക്കുകയാണ്. രാഹുൽ ഗാന്ധി MP അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ് പ്രതിഷേധത്തിൽ CJPക്ക് പിന്തുണ അറിയിച്ച് പ്രതിഷേധത്തിലുള്ളത്. കൂടാതെ തന്നെ കേരള മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനുരഞ്ജനയുടെ വിവരങ്ങളുമായി. അനുരഞ്ജന, കനത്ത ഒരു പ്രതിഷേധം തന്നെയാണ് തുടരുന്നത് ഡൽഹിയിൽ. ഇപ്പോൾ പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ കോൺഗ്രസ് എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് അടക്കം പോലീസ് കടക്കുന്നുണ്ട്. KG ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം അടക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് എംപിമാർ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ നമുക്ക് വ്യക്തമാണ്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ അവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി ഇപ്പോൾ അവർ ചർച്ച നടത്തുകയാണ്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. രാവിലെ മുതൽ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ ആശുപത്രിയിലെത്തി ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ ഈ യുവ നേതാക്കളെ, പ്രത്യേകിച്ച് CJP പ്രവർത്തകരെയെല്ലാം സന്ദർശിക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്തരത്തിലൊരു കുത്തിയിരിപ്പ് സമരത്തിലേക്ക്, ഒരു പെട്ടെന്ന് അതിവേഗത്തിലൊരു സമരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടാകുമെന്നാലും പോലീസ് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് സാന്നിധ്യമെല്ലാം തുടക്കത്തിൽ വളരെ കുറവായിരുന്നു. ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ അവിടെ പോലീസിനെ എത്തിച്ചിട്ടുണ്ട്. പോലീസ് അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രസേനാംഗങ്ങളെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മിന്നൽ നീക്കമുണ്ടാകുമ്പോഴും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും അവിടെ അണിനിരത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്.
കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് MP-മാർ KC വേണുഗോപാൽ, ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, അങ്ങനെ കേരളത്തിൽ നിന്നും ഒട്ടുമിക്ക MP-മാരും ഈ സമരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കളും ഈ സമരത്തിൽ പങ്കാളിയാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ ACCയുടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരും ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഇതൊരു വലിയ രാഷ്ട്രീയ സമരമായി തന്നെ വരും ദിവസങ്ങളിൽ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. തുടക്കത്തിൽ ഈ സമരം ഒരു സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരത്തിൽ തുടങ്ങുന്ന ആ സമരം പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. അതിനുശേഷമായിരുന്നു അത് അഭിജിത്ത് DK ഇത് ഒരു നിരാഹാര സമരം പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇന്നലെ ആയിരുന്നു പാർലമെൻറ്റ് സമ്മേളനം. ആ പാർലമെൻറ്റ് സമ്മേളന ദിവസം ഈ പാർലമെൻറ്റിലേക്ക് CJP ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ആ മാർച്ചിനെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും വലിയ എതിർപ്പുണ്ടാകുകയും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും CJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള കാരണമായി മാറിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണമുണ്ടായി ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. 70-ലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലർക്കും ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ടെന്നാണ് CJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് ഇന്ന് ആശുപത്രിയിലെത്തി രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവരെ സന്ദർശിക്കുകയെല്ലാം ചെയ്തിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ കുത്തിയിരിപ്പ് സമരമെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ സുരക്ഷയാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കളെയും MP-മാരെയും എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ പോലീസ് കടക്കുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു രീതിയിലേക്കാണ് ഇവർക്ക് ചുറ്റും പോലീസ് ഒരു വലയം തീർക്കുകയാണ്. ഇപ്പോൾ തന്നെ ചില കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെയെല്ലാം അവിടെ നിന്നും ബസ്സിൽ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളും അല്പസമയം മുമ്പ് നാം കണ്ടിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. CJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ പ്രധാനമായും 3 ആവശ്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചതാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഈ സമരങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ആവശ്യം നേടാതെ അവർ പിന്നോട്ട് പോകില്ലെന്ന് അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അത് തുടരാനുള്ള സാധ്യതയാണ്. അങ്ങനെ തുടരുമ്പോഴാണ് വലിയ രീതിയിൽ മമതാ ബാനർജി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, മറ്റ് പ്രധാനപ്പെട്ട അഖിലേഷ് യാദവിൻ്റെ പാർട്ടി SP അങ്ങനെ പല പാർട്ടികളിൽ നിന്നും ഇടതു പാർട്ടികളിൽ നിന്നുമെല്ലാം വലിയ രീതിയിൽ അവർക്ക് പിന്തുണ ലഭിക്കുന്നത്. അങ്ങനെ പിന്തുണ ലഭിക്കുമ്പോൾ ഏറ്റവും ഒരു നിർണായകമായൊരു നീക്കം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ പ്രമുഖരായ പാർട്ടികൾ, പ്രധാനപ്പെട്ട പാർട്ടികൾ എന്തുകൊണ്ട് CJPക്ക് പിന്തുണ നൽകുന്നില്ലെന്നൊരു വിമർശനം തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്നതാണ് അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം. എന്നാലും CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ജന്തർ മന്ദറിലെത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിഷേധിക്കുന്നത്. കൂടാതെ തന്നെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ MP-മാരും കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ, KC വേണുഗോപാൽ അടക്കമുള്ള MP-മാരും പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ MP-മാരെ അടക്കം, കോൺഗ്രസ് MP-മാരെ അടക്കം ബലം പ്രയോഗിച്ച ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കനത്ത സുരക്ഷാ വലയത്തിലാണ് ദില്ലി ഉള്ളത്. രാവിലെ പാർലമെന്റിലടക്കം നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. കൂടാതെ തന്നെ CJPക്ക് നേരെ പോലീസ് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രാവിലെ പാർലമെന്റിലടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മാറിയതാണ്. അതിന് പിന്നാലെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കോൺഗ്രസിന്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകുന്നത്. CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് MP-മാർ മുതിരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കം പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിൽ
കൈകൾ ബന്ധിച്ച ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കുന്ന സാഹചര്യമായിരുന്നു. അനുരഞ്ജന കൂടി ചേരുന്നുണ്ട്. അനുരഞ്ജന, ഇപ്പോൾ എന്തായാലും വഴങ്ങാത്ത പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. PC വിഷ്ണുനാഥിനെ അടക്കം കസ്റ്റഡിയിലെടുത്ത് മാറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? MP-മാരടക്കമുള്ള പ്രതിഷേധക്കാരെയാണ് പോലീസുകാർ ബലം പ്രയോഗിച്ച് നീക്കുന്നത്. കോൺഗ്രസ് MP-മാരും കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്, VK ശ്രീകണ്ഠൻ തുടങ്ങിയവരൊക്കെ തന്നെ CJP പ്രവർത്തകർക്ക് പിന്തുണയുമായി ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധത്തെ കോൺഗ്രസ് MP-മാരടക്കമുള്ള പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവരൊക്കെ തന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകാനായി പോലീസ് അടക്കമുള്ളവർ സ്ഥലത്ത് കനത്ത പ്രതിരോധം തീർത്തിട്ടുണ്ട്. ജൂൺ 20-നാണ് ജന്തർ മന്ദറിൽ CJPയുടെ ഈ സമരം ആരംഭിച്ചത്. ജൂൺ 28 മുതൽ CJP പ്രവർത്തകർക്ക് പിന്തുണയുമായി സോനം വാങ്ചുങ്ങും സമരത്തിൽ പങ്കെടുത്തിരുന്നു. നിരാഹാര സമരമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. സമരം തുടർന്നതോടെ സോനം വാങ്ചുങ്ങിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും സമരത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപകമായ വിമർശനം രാജ്യത്തുടനീളം ഉയരുകയും ചെയ്തിരുന്നു. അതിനുശേഷം രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നതോടെ ജൂലൈ 18-ന് ഡൽഹി പോലീസ് നടത്തിയ നീക്കത്തിലൂടെ സമരപ്പന്തലിൽ നിന്ന് വളരെ നാടകീയമായ നീക്കങ്ങളോടെയായിരുന്നു അദ്ദേഹത്തെ സമരപ്പന്തലിൽ നിന്ന് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആശുപത്രിയിലും അദ്ദേഹം സമരം തുടരുകയാണ് ചെയ്തത്. വാങ്ചുങ്ങിന്റെ അറസ്റ്റിന് പിന്നാലെ അഭിജിത്ത് ദീപ്കയും സമരവേദിയിലെത്തി നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. പോലീസ് നടപടിക്കിടെ 70 സമരക്കാർക്കോളം പരിക്കേറ്റെന്നാണ് CJP പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസും CJP പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് MP-മാരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. കൈകൾ കെട്ടിയാണ് ഇവർ പ്രതിഷേധം അറിയിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനും സമരവേദിയിലുണ്ട്. എന്തായാലും IPS റാങ്കിലുള്ള 5 ഉദ്യോഗസ്ഥരടക്കം 118 പോലീസുകാർക്കൊക്കെ പരിക്കേറ്റ ഒരു സമരമുഖങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി കണ്ടിരുന്നു. സമരക്കാരുടെ പ്രതിനിധികൾ ഇന്നലെ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയും 3 ആവശ്യങ്ങളടങ്ങിയ കത്ത് കൈമാറുകയും ചെയ്തിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, സോനം വാങ്ചുങ്ങിനെ മോചിപ്പിക്കുക, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ അടങ്ങിയ ഒരു കത്തായിരുന്നു CJP പ്രവർത്തകർ കൈമാറിയിരുന്നത്. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യം അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ടില്ല എന്നായിരുന്നു പ്രവർത്തകർ അറിയിച്ചത്. ഇന്നലെ സംഘർഷ സ്ഥലത്ത് നിന്നും 70 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. IPS റാങ്കിലുള്ള 5 ഉദ്യോഗസ്ഥരടക്കം 118 പോലീസുകാർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നത്. 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ് അവകാശപ്പെടുന്നു. 130 CJP പ്രവർത്തകരും 40 പോലീസ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ ഇതിനോടകം തന്നെ ചികിത്സ നേടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. MRL ആശുപത്രിയിൽ ചികിത്സയിലുള്ള 20 വയസ്സുകാരിക്ക് തലക്കേറ്റ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിൽ നിന്നുള്ള MP-മാരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഒരുപാട് സെലിബ്രിറ്റികൾ അടക്കമുള്ളവരൊക്കെ തന്നെ CJP പ്രവർത്തകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അല്ലാണ്ട് അവിടെ നേരിട്ട് എത്തിപ്പെട്ടൊക്കെ തന്നെ കനത്ത പ്രതിഷേധമാണ് കേന്ദ്രമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ളൊരു യുവാക്കളുടെ നിര അണിനിരന്നപ്പോൾ തന്നെ ഇത് രാജ്യവ്യാപകമായൊരു പ്രതിഷേധത്തിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാരും സെലിബ്രിറ്റികളും അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ഒരു പിന്തുണയുമായി ഇവർക്കൊപ്പം തന്നെ എത്തിയതുകൊണ്ട് തന്നെ സ്ഥിതി കൂടുതൽ വഷളാവുകയും സംഘർഷ സാഹചര്യങ്ങളിലേക്കൊക്കെ മണിക്കൂറുകൾ നീങ്ങാനാണ് സാധ്യത. എന്തായാലും വരും മണിക്കൂറിൽ ഉള്ള സാഹചര്യം എന്താണ്, ഈ കോൺഗ്രസ് MP-മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴുള്ള സംഘർഷാവസ്ഥ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ വരും മണിക്കൂറിലൊക്കെ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. കാർത്തു. എന്നാൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുന്നത്. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. കൂടാതെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി ആവശ്യപ്പെടുന്നുണ്ട് പ്രതിഷേധക്കാർ. പ്രിയങ്ക ഗാന്ധി MP-യും മറ്റ് കോൺഗ്രസ് MP-മാരും കൂടാതെ തന്നെ കേരള മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്.
ഈ സമരവേദിയിൽ ഉണ്ടായിരുന്ന നേതാക്കളെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത് എതിർക്കാനുള്ള ശ്രമങ്ങളും എംപിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. തെരുവിലിറങ്ങി പ്രതിഷേധത്തിന് പിന്തുണ അർപ്പിക്കുകയാണ് കോൺഗ്രസ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചായിരുന്നു എംപിമാരടക്കം എത്തിയിരുന്നത്. അതിനുശേഷമാണ് കുത്തിയിരിപ്പ് സമരത്തിലേക്ക് അടക്കം എംപിമാർ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നിലവിൽ പോലീസിന്റെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതി ഉള്ളത്. അതിനു മുന്നിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം നടക്കുന്നത്. CJP പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എംപിമാരായ അതുകൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർ പ്രതിഷേധം കടുപ്പിക്കുന്നത്.